അപ്പൊ രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. ഈ പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ അവർ എപ്പോഴും ജനങ്ങളുടെ ഒരു ആവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓടി വരുന്ന ആളുകളാണ്. പക്ഷെ അതുപോലെയല്ല ഇപ്പൊ സിനിമാ നടന്മാരെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ മാധ്യമവും മീഡിയ ഒക്കെ കാണുമ്പോഴത്തേക്കാണ് ഇവർക്ക് ജനങ്ങളോട് സ്നേഹവും ഇതൊക്കെ തോന്നാറുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് പുച്ഛമാണ് ജനങ്ങളെ കാണുമ്പോൾ തന്നെ. പ്രത്യേകിച്ച് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു നടൻ എന്നുള്ള രീതിയിൽ മമ്മൂട്ടി വളരെ സൂപ്പറാണ്. പക്ഷെ മമ്മൂട്ടി എന്നുള്ള ഒരു വ്യക്തി എന്നുള്ള ഇതിൽ വെറും ഇതാണ്. കാരണം പുള്ളി ഇത്രയും താഴ്ന്ന ഒരു മനുഷ്യൻ ഉണ്ടാവൂല. കാരണം അതുപോലത്തെ പെരുമാറ്റമൊക്കെ പുള്ളിയുടെ ഞാൻ ഇന്നാള് പറഞ്ഞ പുള്ളിയുടെ വീട്ടിൽ നിന്ന് തന്നെ കക്കൂസ് മാലിന്യം ഒഴുക്കിയിട്ട് എന്റെ തെളിവ് വരെ ഉണ്ട്, ഒഴുക്കിയിട്ട് ഞങ്ങൾ വന്ന് പ്രതിഷേധിച്ചാണ് അവിടെ. ഞാൻ മീഡിയയിലൊന്നും കൊടുത്തില്ല അത്. അവിടെ അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷനിലൊക്കെ ഈ കക്കൂസ് മാലിന്യം കംപ്ലീറ്റ് ചെയ്ത് അതുപോലത്തെ ഇത്ര വൃത്തികെട്ട പരിപാടി വേറെ ആൾക്കാരുണ്ടാവൂല ഈ മമ്മൂട്ടിനെ പോലെ. മറ്റു നടന്മാരൊന്നുമല്ല. നടന്മാര് പൊതുവെ പറയുമ്പോഴത്തേക്കും ജനങ്ങളായിട്ട് വലിയ ബന്ധമുള്ളവരൊന്നുമല്ല. ജനങ്ങള് എല്ലാം ഇവരെ സിനിമ കാണുന്നു, എല്ലാം കാണുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവർക്ക് മീഡിയ ഒക്കെ വേണം, ജനങ്ങളോട് എന്തോ സ്നേഹമോ സഹഭാവമോ തോന്നണമെങ്കിൽ. ശ്രീ രാധാകൃഷ്ണൻ വൈദ്യല മമ്മൂട്ടിക്ക് സമീപത്താണ് താമസിക്കുന്നത് അല്ലേ? അതെ 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 അതെ. നല്ല അയൽക്കാരനല്ല മമ്മൂട്ടി എന്നാണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ലല്ല, നല്ല അയൽക്കാരനൊന്നുമല്ല. കാരണം ജനങ്ങളായിട്ടൊന്നും വലിയൊന്നും ഉള്ള ആളല്ല. അവിടെ റെസിഡൻസ് അസോസിയേഷനിൽ വന്ന് ഈ കക്കൂസ് മാലിന്യം ഇത് ചെയ്തു കംപ്ലീറ്റ് കയറി. എന്നിട്ട് ഞാൻ അതിന്റെ മമ്മൂട്ടി അറിയാതെ സംഭവിച്ചതാണ്. കാരണം അതൊക്കെ മമ്മൂട്ടി അറിയാണ്ടല്ലോ. അവിടെ പുറമ്പോക്ക് തന്നെ കൈകയറി വലിയൊരു ഏരിയയിലല്ലേ വീട് വെച്ചേക്കണം. പുറമ്പോക്ക് കൈകയറി എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതല്ലേ, പത്രത്തിൽ വരെ വന്നതല്ലേ. എന്നിട്ടല്ലേ വലിയൊരു വീടൊക്കെ വെച്ചേക്കണം. എന്നിട്ട് അതിന്റെ ഉള്ളിലാണ് പുള്ളിക്ക്. നമ്മൾ ഈ സാധാരണക്കാർക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷെ ഇത്രയും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തുനിന്ന് ചെയ്യുന്ന പറഞ്ഞാല് വളരെ മോശമാണത്. മമ്മൂട്ടി പുറമ്പോക്ക് കയറുന്നത് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേട്ടോ. അതൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കിയോ. പിന്നെ എനിക്ക് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ വീട് വെച്ച് അവിടെ പുഴയുടെ സൈഡാണ് എടുത്തേക്കണതൊക്കെ. അതെ. പിന്നെ അപ്പൊ നമ്മള് ഇങ്ങനെ പൊക്കി പിടിക്കും. പക്ഷെ ഇതിനകത്തൊക്കെ അവരുടേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനങ്ങൾ ഞാൻ പറഞ്ഞ മാധ്യമവും മീഡിയ ഒക്കെ കാണുമ്പോ ഇല്ലെങ്കിൽ 10 ആളെ ഒന്നിച്ചൊക്കെ കാണുമ്പോഴത്തേക്കും മാത്രമേ ഉള്ളൂ ഈ ജനങ്ങളായിട്ടുള്ളത്. അല്ലാതെ വന്നു കഴിഞ്ഞാല് പുച്ഛമാണ് ജനങ്ങളെ. കാരണം ഇത്രക്ക് വൃത്തികെട്ട രീതിയിൽ ഒരു പെരുമാറുന്ന വേറെ നടനുണ്ടാവൂല വ്യക്തി എന്നുള്ള രീതിയിൽ. ഓക്കെ, ഏതായാലും അത് മമ്മൂട്ടിയുടെ അയൽക്കാർക്ക് അദ്ദേഹത്തെ പറ്റി. പക്ഷെ മമ്മൂട്ടി, ഞാൻ അറിയുന്ന ഒരു മമ്മൂട്ടി ഒരുപാട് ആളുകളെ ആരോഗ്യ പ്രശ്നമൊക്കെ വരുമ്പോൾ സഹായിക്കുന്ന ഒരാളാണ്. എല്ലാവരും അങ്ങനെയാണ് നമ്മൾ കാണുന്നതും ചെയ്യുന്നത്. കാരണം നമ്മളാരും ചെറുതായിട്ട് കാണാനില്ല, എല്ലാം വലുതായിട്ടും എല്ലാം നല്ല രീതിയിലേക്ക് കാണണം. പക്ഷെ അവരുടെയൊക്കെ എന്തെങ്കിലും കാര്യത്തിന് അടുക്കുമ്പോഴും ഇത് ചെയ്യുമ്പോഴേക്കാണ് ആ വിഷയങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് അത് നാട്ടില്, അതായത് നാട്ടിലൊക്കെ അന്വേഷിക്കുമ്പോ അറിയാൻ പറ്റും. ഇത്രയും ഒരു അസോസിയേഷനിൽ വിഷയം ഉണ്ടാകുമ്പോ അറിയാമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സർക്കാരിന് വേണ്ടിയൊക്കെ മറ്റേ കേരളം മുക്തമാക്കാൻ അതിനൊക്കെ ഇറങ്ങി നടക്കും. മാലിന്യ മുക്തമാണ് കേരളം എന്നൊക്കെ പണ്ട് ഇറങ്ങി നടക്കും. എന്നിട്ട് കാണിക്കുന്നത് ഇത് തന്നെയാണ്, ഇതുപോലത്തെ പരിപാടികളാണ്. ശരി, വ്യക്തമാണ്, അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ ജോസഫ് വർഗീസ് പറയുന്നത് മമ്മൂട്ടി ഇപ്പോൾ ഒരു രോഗത്തിൽ നിന്നൊക്കെ മുക്തി നേടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് കുറച്ച് അകലം വെക്കുന്നത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നല്ലത് എന്ന അർത്ഥത്തിലായിരിക്കും പറയുന്നതെന്നാണ് ജോസഫ് വർഗീസിൻ്റെ പറയില്ല. അപ്പോൾ പക്ഷേ FS ഇൻ്റർനാഷണൽ എന്നോട് പറയുന്നത് അഹങ്കാരമാണെന്ന് പറയുന്നു. വെറുതെ മമ്മൂട്ടിയെ വെച്ച് CPM മുതലെടുക്കുന്നത് എന്തിനാണെന്ന് സുരേന്ദ്രൻ നായർ എന്നോട് ചോദിക്കുന്നു. വേണുഗോപാൽ പറഞ്ഞു യുദ്ധമൊക്കെ കഴിഞ്ഞല്ലേ എന്ന്. യുദ്ധം കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞാനിന്ന് നമുക്ക് എല്ലാ ദിവസവും അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. യുദ്ധത്തിൻ്റെ ഭീതിയൊക്കെ അവിടെ കണ്ടില്ലേ, സ്കൂൾ കുട്ടികൾ മരിച്ചതിൻ്റെ ഇടയിലൊക്കെ അവിടെ ജനക്കൂട്ടം വന്ന് കരയുന്നതും ദുഃഖമൊക്കെ. അപ്പോൾ യുദ്ധം അവസാനിക്കണം, യുദ്ധം കഴിയണം. പക്ഷേ വേണുഗോപാൽ അത് കഴിഞ്ഞിട്ടില്ല. ഇതൊരു ഉൾപാർട്ടി പ്രശ്നമാണ്. സഖാവ് മമ്മൂട്ടി അത് പറഞ്ഞു തീർത്തു എന്ന് കേൾക്കുന്നു ഗ്ലാഡിയേറ്റർ പറഞ്ഞു. അവർ തമ്മിൽ ചർച്ച ചെയ്തു എന്നത് ശരിയാണ് ഗ്ലാഡിയേറ്റർ. അത് കഴിഞ്ഞ് റഫീഖ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം പറയുന്ന മലയാളത്തിൻ്റെ മഹാനടൻ മുണ്ടക്കൈ ചൂരൽമല ബാധിതർക്കായി ഒരിക്കൽ ടൗൺഷിപ്പിലെത്തിയത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്നു. ഒപ്പം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് മമ്മൂട്ടിയെ നേരിൽ വിളിച്ചു, കാര്യങ്ങൾ വ്യക്തമാക്കി. ടൗൺഷിപ്പ് സന്ദർശനത്തിന് മമ്മൂട്ടി എന്നോട് വളരെ വ്യക്തിപരമായി പറഞ്ഞ ഒരു കൺസേൺ ആണ്. അത് അപമാനമെന്ന നിലയിൽ ചില മാധ്യമങ്ങളും ചില വലത് സൈബർ കേന്ദ്രങ്ങളും പ്രചരിപ്പിച്ചു. ഈ വിഷയമെന്ന നിലയിൽ വഷളായി. വിഷയം വൈകാരികമായി മുറിപ്പെട്ട് പ്രതികരിച്ചവരോടെല്ലാം അവരുടെ ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നു. എന്നാൽ ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിലും മാനവീയതയിലും സഹജീവി സ്നേഹത്തിലും പടുത്തുയർത്ത ലോകത്തെ മുഴുവൻ മാതൃകയാവുന്ന ഈ ഇടപെടലിൻ്റെ തിളക്കം കുറയ്ക്കുന്ന നിലയിൽ ഈ വിവാദങ്ങൾ വളരരുത് എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് റഫീഖ് തൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. നല്ല വാക്കുകളാണ് കേട്ടോ. ഓക്കെ, റഫീഖിന് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്നു. യുദ്ധമൊക്കെ കഴിഞ്ഞു,
മനു എന്ന് പറയുന്നത്. അപ്പോൾ അരുന്ധതി കോലംപറമ്പത്ത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അരുന്ധതി കോലംപറമ്പത്ത്, ഹായ് മനു, നമസ്കാരം, സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഖമായിരിക്കുന്നു. അപ്പോൾ ഷിജു എന്നോട് പറയുന്നത് കിരൺ ബാബു പല കമൻറ്റുകളും വായിക്കാറില്ല. ഞാൻ പറയാം, അദ്ദേഹം വായിക്കും, കുഴപ്പമൊന്നുമില്ല. അൻസിഫ് ഫിഷ് എന്നോട് പറയുന്നത് ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണ് മോഹൻലാൽ പിണറായിയുടെ അഭിമുഖം വളരെ വിനീതമായി ഇടപെട്ടത് എന്ന് പറയുന്നു. ഈ ടൗൺഷിപ്പ് എന്തുകൊണ്ട് ഒരു കമ്പനിക്ക് കൊടുക്കുന്നു? 2-3 കമ്പനികൾ കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയോ വീടുകൾ പണിതീർത്ത് ജനങ്ങൾക്ക് കൈമാറാമായിരുന്നു എന്ന് പറയുന്നു. സദാശിവൻ നായർ എന്നോടൊപ്പം ചേർന്ന്, മിസ്റ്റർ മനു 78 വയസ്സായ ഞാൻ, 76 വയസ്സായ എൻ്റെ ഭാര്യയും ഒരുമിച്ചിരുന്നാണ് പൊതുവേദി കാണാറുള്ളത്. ഇന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും പോസ്റ്റുകൾ വായിച്ചു, നന്ദി. ഞങ്ങൾ പെൻഷനേഴ്സാണ്, പേരുകൾ എസിൽ തുടങ്ങും എന്നാണ് പറയുന്നത്. ഓഹോ, അപ്പോൾ സദാശിവൻ നായർക്കും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. ഇന്നൊരു വിമൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രത്യേക ആശംസയും നേർന്നേക്കാം. അപ്പോൾ സദാശിവൻ നായരും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരുമിച്ചിരുന്ന് പൊതുവേദി കാണുന്നു. അങ്ങനെ നിങ്ങൾ കുടുംബത്തോടു കൂടി ഒരുമിച്ചിരുന്ന് പൊതുവേദി കാണുന്നു എന്ന് പറയുമ്പോൾ ശ്രീ സദാശിവൻ നായർ, അത് വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. അത് കമൻറ്റിട്ട് എന്നെ അറിയിക്കുമ്പോൾ എനിക്ക് അതിനേക്കാൾ സന്തോഷമാണ്. സെബാസ്റ്റ്യൻ CA പറയുന്നത് സംഘി കൊങ്ങികൾക്കൊക്കെ ക്രെഡിറ്റ് എടുക്കേണ്ട സെലിബ്രിറ്റി സെൻസിറ്റിവിറ്റി വേണം എന്ന് പറയുന്നു. എത്രയോ മനുഷ്യർ സമൂഹത്തിൽ അപമാനിച്ചിട്ടുണ്ട് പിണറായി എന്ന് ആൻസിഫ് ഫിഷ് എന്നോട് പറയുന്നു. നൗഷാദ് കട്ടപ്പന വനിതാ ദിന ആശംസകൾ എല്ലാം നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ നേരുന്നുണ്ട്. അപ്പോൾ എൻ്റെയും ആശംസകൾ. രാജശേഖരൻ മമ്മൂട്ടിക്കൊപ്പമാണെന്ന് പറയുന്നു. അയൽക്കാരൻ പറയുന്നത് കേൾക്കൂ, നന്നായി, ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മൊൻസ കേക്ക് എന്നോട് പറയുന്നു. മുരളീധരൻ നായർ എൻ്റെ സ്ഥിരം നമ്മുടെ പ്രേക്ഷകനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണ്. നമസ്തേ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നമുക്കൊപ്പം ഉണ്ട്. ഇടയ്ക്കൊന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ചില പരിഭവങ്ങളൊക്കെ പറഞ്ഞ് ഞാനതൊക്കെ ചർച്ച ചെയ്യാം. മുരളീധരൻ നായർ നമുക്കൊപ്പം ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ മാസ്റ്റർ മുഹമ്മദ്, ഒരു സെലിബ്രിറ്റി വന്നാൽ ആ നാട്ടിലെ എല്ലാ പ്രശ്നത്തിലും ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ ഒന്നിച്ചു പോകുന്നു. അത് പോയില്ലെങ്കിലാണ് പറയേണ്ടതെന്ന് പറയുന്നു. ഗോപകുമാർ പറയുന്നതാണ് പോയിന്റ് എന്ന് വേണുഗോപാൽ പറയുന്നുണ്ട്. അങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. റിതോഷ് തലശ്ശേരി എന്നാണ് വിളിക്കുന്നത്. റിതോഷേ കേൾക്കാമോ? ഓക്കെ. വിജയൻ കൊല്ലം. ശ്രീ വിജയൻ, ചുരുങ്ങിയ വാക്കുകൾ, നമുക്ക് സമയം ഇങ്ങനെ അതിക്രമിക്കുന്നതുകൊണ്ടാണ്. ശ്രീ വിജയൻ. നമുക്ക് ഈ മമ്മൂട്ടി നമുക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട നടനാണ്, എല്ലാം ശരിയാണ്. പക്ഷേ ഒരു പൊതുവേദിയിൽ ഒരു ഔചിത്യമുണ്ട്. കാരണം പുള്ളിക്ക് ചിലപ്പം പറയാതിരിക്കാൻ, പുള്ളി ഒരു ഈ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങിനല്ല വന്നത്. പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കടമ പുള്ളിക്കുണ്ട്. ഏതായാലും പക്ഷേ CPM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖിനെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു എന്നൊക്കെ മമ്മൂട്ടി പറയുന്നുണ്ട്. റഫീഖിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് വിവാദമായ പശ്ചാത്തലത്തിൽ അപമാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നു. ഇത്ര വിവാദമാകില്ല എന്നും മമ്മൂട്ടി പറയുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഇപ്പൊ അപ്സെറ്റ് ചെയ്യുന്നു. പക്ഷേ പുള്ളി ആ സമയത്ത് ചെയ്തത് ആ പ്രദേശത്ത് പുള്ളി റിവിക് സഭ മാറി നിന്നതൊക്കെ പ്രകാരം കേരളത്തിലെ ഒരു മനസാക്ഷിയെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടാക്കുന്ന രീതിയിലാണ് അത് കാണുന്നത്. മമ്മൂട്ടിക്ക് പക്ഷെ അന്നേരത്തെ അദ്ദേഹത്തിന്റെ സംഭവം ക്ലിയർ ചെയ്ത് പോകണമെന്നുള്ള ഉദ്ദേശം മാത്രം കാണത്തുള്ളൂ. പക്ഷെ പൊതുസമൂഹം അങ്ങനെയല്ല കാണുന്നത്. അദ്ദേഹം അത്രയൊരു സെലിബ്രിറ്റി ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനെ വെറും ഒരു സാധാരണ മനുഷ്യനായിട്ട് മാത്രം കണ്ടുകൊണ്ട് മാറിയിരിക്കാനൊക്കെ പറയുമ്പം ശരി. അപ്പോൾ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ രാജൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജൻ, സ്വകാര്യ സന്ദർശനത്തിനാണ് മമ്മൂട്ടി ടൗൺഷിപ്പിലെത്തിയത്. നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഉണ്ടായിരുന്നു. മമ്മൂട്ടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.